ഈ ആയത്തിലെ അമാന എന്ന് പറയുന്നത് അല്ലെ, ഇന്ന അറദ്നൽ അമാനത എന്നാ പറയുന്നത്. അപ്പൊ അമാന എന്ന് പറയുന്നത് എന്താണ്? ഒബ്ലിഗേഷൻസ്, നമ്മളെ ബാധ്യതകൾ അല്ലെ, ചുമതലകൾ. ഈമാൻ നമ്മളെ മേല് ചെലുത്തുന്ന ബാധ്യതകളെ കുറിച്ചാണ് അമാന എന്ന് പറയുന്നത്. അത് ദീനില് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങള്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകള് അല്ലെ, അള്ളാഹുവിന്റെ വിലക്കുകള്, മറ്റു മനുഷ്യന്മാരെടുത്ത് നമ്മൾ േണ്ടത് എല്ലാം അതിനകത്ത് പെടുന്നു. അപ്പം ഈ ഒരു അമാനത്ത് ഒരു മുന്നറിയിപ്പോട് കൂടിയും കൂടെയാണ് അള്ളാഹ് തരുന്നത് അല്ലെ. ഇത് ഞാനൊരു അമാനത്തായിട്ട് ഏൽപ്പിക്കുകയാണ്, ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ അതികഠിനമായ ശിക്ഷയുണ്ടാവും, ഇത് പാലിച്ചാൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ അമാനത്ത് അള്ളാഹു ഏൽപ്പിക്കുന്നത്. എന്നാല് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും അല്ലെ, എല്ലാം ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഗ്രാവിറ്റി, ഇതിന്റെ ഒരു ഗാംഭീര്യം, ഈ ഒരു ഓഫറിന്റെ ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അതിനെ ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റൂല എന്ന് അവർക്ക് മനസ്സിലായി. അവരതിനെ നിഷേധിച്ചു, ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യന്മാര് വളരെ ഈസി ആയിട്ട് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ശരിക്കും അള്ളാഹുവിന്റെ മഹത്തായ സൃഷ്ടികൾ അല്ലെ, മഹത്തരമായ സൃഷ്ടിപ്പാണ് ശരിക്കും ആകാശങ്ങൾ അല്ലെ. ഓരോ ആകാശത്തിന്റെയും മറ്റാകാശമായിട്ടുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കണ്ടതാ. അത്രയും മഹത്തായ, അത്രയും ഭയാനകമായ, അത്രയും വലുതായ സൃഷ്ടിപ്പാണ് ആകാശങ്ങളും. ഭൂമി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്. അതുപോലെ പർവ്വതങ്ങൾ, അവയ്ക്കൊക്കെയും ഈ ഒരു ഉത്തരവാദിത്വത്തിനെ ഭയപ്പെടാൻ, അവരൊക്കെയും ഇതിനെ ഭയപ്പെട്ടു. പക്ഷേ ഇത് നമ്മളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റൂല എന്ന്. പക്ഷെ നമ്മള് മനുഷ്യന്മാര് എന്ത് അല്ലെ, എന്ത് ഭയം, അതന്നെയല്ലേ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതിന്റെ കൂടെ പറയാണ്, മനുഷ്യന്മാരുടെ പ്രശ്നം എന്താണ്? വലൂമൻ ജഹൂല അല്ലെ. രണ്ട് കാര്യങ്ങളാ. എന്ത്? അറിവില്ലായ്മയും അനീതിയും, ദുൽമും ജാഹിലിയത്തും, ജഹലും. സുബ്ഹാനല്ലാഹ്. അറിവില്ലായ്മ നമ്മളെ കൂസലില്ലായ്മയിലേക്ക്, എന്ത് എന്നുള്ള ആ ഒരു അശ്രദ്ധയിലേക്കും തിരിക്കും. അതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും തിരിക്കും. അതുപോലെ ദുൽമ്, അനീതി, നമ്മളെ അതിരുകവിയിലേക്കും തിരിക്കും. അള്ളാഹുവിനോട് അതിരുകവിയുന്നതിന് നമുക്ക് യാതൊരു കൂസലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ജഹലും ദുൽമും മനുഷ്യന്മാരുടെ നാശത്തിന്റെ കാരണം തന്നെ അതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് പ്രയോജനവും ഗുണവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാണ്ട് നമ്മൾ നമ്മളെ മേലെ തന്നെ ദോഷം വരുത്തി വെക്കുക. പ്രയോജനവും ദോഷങ്ങളും ബെനിഫിറ്റും ഹാമും തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ പേരിൽ നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ആ പ്രയോജനങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈവൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലും ഇതാണ് നമ്മളെ ബാധിക്കുന്ന ഭാഗം അല്ലെ. നമുക്ക് അറിയാത്തൊരു പ്രശ്നം നമുക്ക് പറയാനില്ല, പരാതി നമുക്ക് പറയാനില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇച്ഛകളെ പിന്തുടരുക, എന്നിട്ട് അനീതിപൂർവ്വം കൂടി പിഴവിലേക്ക്, കറപ്ഷനിലേക്ക്, നമ്മൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു മാർഗദർശനം തന്നിട്ടും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇച്ഛകളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. ഈ രണ്ടവസ്ഥകളിൽ നിന്നും അള്ളാഹിന്റെ സഹായത്തോടു കൂടിയല്ലാതെ നമുക്ക് രക്ഷപ്പെടാനേ പറ്റൂല അല്ലെ. അതായത് ഈ ജഹലും ദുൽമും അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ശരിക്കും അല്ലെ, എത്രയോ പഠിക്കുന്നുണ്ടെങ്കിലും, എത്രയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയാലും ഇപ്പം ഈ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ദുൽമും ഈ ജഹലും കാരണം നമ്മളിലേക്ക് എത്ര അറിവ് വന്നെത്തിയിട്ട് നമ്മുടെ ഇച്ഛകളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ മാർഗദർശനം നമ്മളെ പിന്നാലെ അള്ളാഹ് കൊണ്ടു തന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിഴവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വഴികേടിലേക്ക്, ബലാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലെ. പക്ഷെ ഞാൻ പറഞ്ഞു, അള്ളാഹിന്റെ സഹായത്തോടു കൂടിയേ രക്ഷ നേടാൻ പറ്റുള്ളൂ. അള്ളാഹു ആരെയും മേലെ അല്ലെ, അത്രയും ഹെവി ആയിട്ടുള്ള ബർഡൻ ആരെയും മേലെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീൻ അല്ലെ, അതിന്റെ അറിവ്, അതിന്റെ നിയമങ്ങളും ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ തിന്മകളിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇന്നലത്തെ ക്ലാസ് ഒക്കെ അതിൽ പെട്ടതായിരുന്നു. നമ്മൾ അതിന് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷെ നമ്മൾ തയ്യാറില്ല. സുബ്ഹാനല്ലാഹ്. എങ്ങനെ നമുക്ക് ഹിക്മത്തിലും നന്മയിലും അധികരിക്കാമെന്നും അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഈ ജഹലിനും ദുൽമിനും അടിമകളായിട്ട് ജീവിക്കേണ്ട ആവശ്യം ഇല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള എളുപ്പങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ ഒരു എളുപ്പങ്ങൾ? ഏറ്റവും ആദ്യം ഹൃദയങ്ങളിൽ ഇറക്കിയ അമാനത്ത്. അമാനത്തിനെ ഹൃദയത്തിന്റെ ഒറ്റ നടുവിലേക്കാണ് ഇറക്കിയിട്ടുള്ളത് അല്ലെ. ഹൃദയത്തിന്റെ ഏറ്റവും, നമ്മളെ ശരീരത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഹൃദയമാണ് അല്ലെ.
അതിലെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലുബ് എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അള്ളാഹു അമാന അല്ലെങ്കിൽ ഈമാനെ ഇറക്കിയിട്ടുണ്ട്. ഇതേ ഈമാൻ അവരിലേക്ക് ഇറക്കിയപ്പോ ഓക്കെ ആ ഒരു ജനറേഷനിലേക്ക് ഫസ്റ്റ് ജനറേഷനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ സഹാബാക്കളിലേക്കും ഇറക്കിയപ്പം അവരതിനെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്തത്. നമ്മൾ ശരിക്കും നമ്മളെ കമ്പയർ ചെയ്യണം കേട്ടോ. ഈ ഒരു പിക്ചറും നമ്മളുടെ അതായത് അവരുടെ സഹാബാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനറേഷന്റെ പിക്ചറും നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യണം. അവരിലേക്കും ഇതേ ഈമാൻ അവരുടെ ഹൃദയത്തിനകത്ത് അള്ളാഹ് ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മളെ ഹൃദയത്തിനകത്ത് സൗണ്ട് കുറവാണോ? അല്ലല്ലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അവരുടെ ഹൃദയത്തിന്റെ നടുവിലേക്ക് അള്ളാഹ് ഇറക്കിയ അതേ ഈമാൻ നമ്മളെ ഹൃദയത്തിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തന്നെയാണ് അള്ളാഹ് ഇങ്ങോട്ട് വിട്ടത്. സുബ്ഹാനല്ലാഹ്. വേറെ എവിടുന്നോ വരാനുള്ള സാധനമൊന്നും അല്ല. ഓക്കെ. പക്ഷെ അവരതിനെ അപ്പൊ തന്നെ അങ്ങോട്ട് ഒരു ഒരു സംശയത്തിന് ഇട കൊടുക്കാണ്ട് 1% പോലും ബാക്കി വെക്കാതെ അവരങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. ഇത് അവരുടെ ഹൃദയത്തിലുള്ള ഈമാന്റെ ഡെപ്ത് ആണ് കാണിക്കുന്നത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അവരിലേക്ക് റിലേ ചെയ്തോ, എന്ത് കൈമാറിയോ അത് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. ഇതിനപ്പുറത്തിന് ഒരു യാഥാർത്ഥ്യം വരാനില്ല എന്നുള്ള രീതിയിൽ അവർ ഒരു തുള്ളി പോലും സംശയത്തിന് ഇട കൊടുക്കാതെ അതിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിച്ചു. അവരെ ഹൃദയം കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു. അങ്ങനെ അള്ളാഹ് അവരുടെ ഹൃദയങ്ങളെ സംരക്ഷിച്ചു. അള്ളാഹ് അതിലുള്ള ഈമാനെ നിലനിർത്തി. നമ്മളെ വിശ്വാസം എവിടെയാണ്? എത്രത്തോളം നമ്മൾ നമ്മളുടെ ഹൃദയങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഓണർക്ക് അല്ലെ, അതിന്റെ സൃഷ്ടാവിന്, അതിന്റെ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള അള്ളാഹ്ക്ക് ഹൃദയം കൊടുക്കാൻ ഈ ദുനിയാവിയായ യാതൊരു കോമ്പറ്റീഷനിലും ഈഗോയിലും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹൃദയം അടിയറവ് വെക്കാതെ അള്ളാഹ്ക്ക് വേണ്ടി കംപ്ലീറ്റ് ഹൃദയം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആണ്. അവരുടെ കാര്യവും അവരെ അല്ലെ അള്ളാഹുലേക്ക് അവരുടെ ഹൃദയങ്ങളെ തുറന്നപ്പം ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള തരം താഴ്ന്ന അറ്റാച്ച്മെന്റ്, ഐഹികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സും ഡിപ്പെൻഡൻസീസും ഒക്കെ അവരങ്ങ് റിമൂവ് ചെയ്തു. അള്ളാഹിന്റെ മേലെ വേറെ ഒന്നുമില്ലാന്ന് അവര് നമ്മളെ പോലെ വലിയ ഡയലോഗ് അടിച്ച് നടക്കല്ല, അവര് ജീവിച്ചു. അങ്ങനെ എല്ലാം അവരുടെ ഐഹികമായ എല്ലാ അറ്റാച്ച്മെന്റ്സും അവരങ്ങ് പറിച്ചു കളഞ്ഞു. എന്നിട്ട് അള്ളാഹ്ക്ക് എന്താണോ ഇഷ്ടം അതിനെ മാത്രം അവരവരെ ഹൃദയത്തിലേക്ക് കയറ്റി. നമ്മളൊക്കെ ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ അള്ളാഹിന്റെ കൽപ്പന അല്ലെ, ഓ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനത് അതേപോലെ അനുസരിച്ചു. ഒരുപാട് ആളുകൾ എന്നെ എതിർത്തെങ്കിലും ഞാനതിൽ ശക്തമായിട്ട് നിന്നു എന്നൊക്കെ ഇങ്ങനെ ഘോരം പറയാൻ, നാവിന്റെ ടേസ്റ്റിന് വേണ്ടി പറയാൻ നമ്മൾ ഭയങ്കര ബമ്പന്മാരാ. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് എന്തെല്ലാം അറ്റാച്ച്മെന്റ് അള്ളാഹിന്റെ മേലെ ഉള്ളത് നമ്മളുടെ ഹൃദയങ്ങളിലുണ്ട്. ഏറ്റവും മിനിമം നമ്മുടെ നഫ്സിനോടുള്ള അറ്റാച്ച്മെന്റ് അള്ളാഹിന്റെ മേലെയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. പക്ഷെ അവരങ്ങനെയല്ല, അവരെല്ലാം പറിച്ചു കളഞ്ഞ ആൾക്കാരായിരുന്നു. അവര് മനസ്സിലാക്കി ഹൃദയത്തിന് ഒരൊറ്റ ശരിയായ ഉടമ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഹൃദയത്തിന് ഒരുപാട് ഉടമകളുണ്ട് അല്ലെ. നമ്മളെ നഫ്സും നഫ്സിന്റെ ഇച്ഛകളും നമ്മളെ ചുറ്റുപാടുമുള്ള പല മനുഷ്യന്മാരും നമ്മളുടെ മറ്റു പല അറ്റാച്ച്മെന്റ്സും അല്ലെ, ലൗകികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വത്ത് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ പലതും, അംഗീകാരം, പ്രശംസ, റുജുബ് അല്ലെ, അതുപോലെ പലതിനും നമ്മൾ അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി ഹൃദയത്തിന് ഒരു യഥാർത്ഥ അടിമ മാത്രമേ ഉണ്ടാവാൻ ഉടമ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ, അത് അള്ളയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഹൃദയത്തിന്റെ താക്കോൽ അങ്ങോട്ട് അള്ളാഹ്ക്ക് കൊടുത്തു. അങ്ങനെ അവർ അത്രയും ഈമാനുള്ള ആളുകളായതുകൊണ്ട് അവരിലേക്ക് ഖുർആൻ ഇറങ്ങി. ഖുർആൻ ഇറങ്ങിയപ്പം ഖുർആനിലെ ഓരോ വാക്കുകളും അവരെ ഈമാനിനെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് ഖുർആൻ ഇറങ്ങിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈമാന്റെ കാര്യത്തില്. ഒരു വാക്കും ഒരുപക്ഷെ അതായിരിക്കണം അവർക്ക് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ വലിയ വലിയ ക്ലാസ്സുകളും കുറേ പഠിച്ച് കുറേ എക്സാം എഴുതേണ്ട ആവശ്യമില്ലാത്തത്. കാരണം അവർക്ക് ഇത് കേട്ടാൽ മതി. അത് അവരെ ഈമാൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അത് അപ്പൊ തന്നെ അവരുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോഴും ഖുർആനെ അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോക്കല്ലേ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന്.
എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. എന്റെയൊക്കെ സിറ്റുവേഷൻ ഭയങ്കര, ഞാനും എന്റെ കുടുംബം അല്ലെ, എനിക്ക് കുറെ സമയമില്ല, കുട്ടികൾ അങ്ങനെ ഉണ്ട്, മറ്റേത് ഇങ്ങനെ ഉണ്ട്, എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഞാനും നിങ്ങളും ഒരു മാറ്റമില്ല. ഞാൻ സത്യമായിട്ടും പറയാം, നമ്മൾ ആരും ഓരോ വാക്കിലും വിശ്വസിച്ചിട്ട് അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ജീവിതം ഇത്ര സുഖത്തിൽ പോകേണ്ടതല്ല. സുബ്ഹാനല്ലാഹ്. എല്ലാവരും സുഖത്തിൽ തന്നെയാണ് അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം അവരുടെ ഈമാൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈമാൻ ഇപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും വലിയ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത്രയും വലിയ പരീക്ഷണങ്ങളൊന്നും നമ്മളിലേക്ക് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അപ്പം നമ്മള് ഈ വീടിന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലേശ സമയത്തിൽ പഠിക്കാൻ വേണമെങ്കിൽ കുറെ സമയം ചെലവാക്കാം, എത്ര വേണമെങ്കിലും ഏതൊക്കെ ക്ലാസ്സിൽ വേണമെങ്കിലും കയറിയിട്ട് ഞാൻ പഠിക്കാം. പക്ഷെ അതിനകത്തുള്ള ഓരോ വാക്കും ഈമാനാക്കി മാറ്റാനും ഓരോ വാക്കും ജീവിതമാക്കി മാറ്റാനും ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ഖുർആന്റെ ആഴം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ഒരു സംഭവം തന്നെ, അള്ളാന്റെ കൽപ്പനയെ ഞാൻ അനുസരിക്കൂ എന്ന് പറയുന്ന സംഭവത്തിന് തന്നെ എത്ര മേൽ ഖന ഉണ്ടെന്ന് നമുക്ക് ചിന്തിച്ച അറ്റം കിട്ടൂല. കാരണം നമ്മൾ എത്രയോ കാലമായി പറയുന്നു, ഓ ഖുർആൻ ഞാൻ പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് ശരിക്കും നമുക്ക് ഇപ്പൊ നമ്മുടെ അവസ്ഥയിൽ ഇവരുടെ അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്, ബേജാറാവുന്നു. എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാ ഈ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഖുർആനെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയല്ലേ, കേട്ടു നോക്കാം എന്താന്ന് ടീച്ചർ പറയാനുള്ളത് നോക്കട്ടെ, എന്തെങ്കിലും അല്ലെ. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കും, വാചാലരാകും, മണിക്കൂറുകൾ സംസാരിച്ചാലും നമുക്ക് മതിയാവില്ല. ഭയങ്കര ഒരു ലഹരിയാണ്, നാവിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ്. അള്ളാഹിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്, പക്ഷെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ വരാന്ന് വെച്ചാൽ അതിന് നമ്മൾ വേറെ അങ്ങോട്ടും പോകുന്നു വേണ്ട. നമ്മൾ ഓരോ ദിവസവും ഓരോ മൊമെന്റും നമുക്ക് അള്ളാഹിനെ അനുസരിക്കേണ്ട രീതിയിൽ അനുസരിക്കാൻ നമ്മളെ മുമ്പിൽ അവിടെ തുറന്ന് കിടക്കുക. പഠിച്ചു തുടങ്ങിയതിന് ശേഷം എത്ര ദിവസങ്ങൾ നമ്മളുടെ കഴിഞ്ഞു അല്ലെ, എത്രത്തോളം നമ്മൾ ആ ഈമാൻ ഉൾക്കൊണ്ടു, ഈമാൻ അനുസരിച്ച് പ്രവർത്തിച്ചു. പേടിയാണ്. ഈ ഹദീസിന്റെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ബേജാറാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് അള്ളാഹിൽ നിന്ന് വന്നതാണെന്ന് അവര് വിചാരിച്ച പോലെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? അള്ളാഹ് പറഞ്ഞാണ്. ഇപ്പൊ നമുക്ക് നമ്മളെ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ഏറ്റവും പേടിയുള്ള ഒരാൾ വിളിച്ച് അള്ളാഹ് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടൂലേ? മക്കൾക്ക് വാപ്പനെ പേടിയാണല്ലോ, വാപ്പ വിളിക്കുന്ന പോട്ടെ, അല്ലെങ്കിൽ വാപ്പ അത് പറഞ്ഞ് ചെയ്യട്ടെ. നമ്മൾ അള്ളാഹിന്റെ കലാമുകളെ ഇത്ര നിസ്സാരമായിട്ടാണ്. നമ്മൾ ഭയങ്കര ഓത്തുകാരൊക്കെ ആയിരിക്കും കേട്ടോ, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഓത്തും ഭയങ്കര പറയുന്നില്ല, അതിലേക്കൊന്നും ഞാൻ പോണില്ല. എന്നെ ഉൾപ്പെടെ ഞാൻ ശക്തമായിട്ട് വിമർശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇത് അള്ളയാ പറയുന്നതെന്ന്, ഓരോ വാക്കും അല്ല നമ്മളോടാ പറയുന്നതെന്ന് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട്? സുബ്ഹാനല്ലാഹ്. എത്രത്തോളം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്? 100% അടുത്ത ഒരായത് എന്റെ ജീവിതത്തിലേക്ക് അബ്സോർബ് ചെയ്യും, അടുത്ത ആയത്തിൽ ഓരോ വാക്കുകളും എന്റെ ലൈഫിലേക്ക് അബ്സോർബ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഖുർആനെ സമീപിക്കുന്നത്? നമുക്കൊരു ഹരമായി മാറിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഖുർആൻ എന്ന് വെച്ചാൽ ഒരാഴ്ച ടീച്ചർ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുത്തില്ലെങ്കിൽ എനിക്കും ഉണ്ട് ഈ പ്രശ്നം. അല്ല, ക്ലാസ് എടുത്തില്ലെങ്കിൽ ആകെ കംപ്ലീറ്റ്ലി ഈമാൻ പോകും. എടുത്തു വെച്ച ക്ലാസ്സുകളൊന്നും ജീവിതത്തിലേക്ക് വന്നിട്ടുമില്ല, അതിലൊന്നിട്ടൊരു ഈമാനും ഇല്ല. അടുത്ത ആഴ്ച പുതിയ ക്ലാസ്, അത് നമ്മളെ ഒരു ക്യൂരിയോസിറ്റി, ഒരു ലഹരി, അത്രയൊക്കെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് ഖുർആനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? 100% അതിനകത്തുള്ള ഓരോ വാക്കുകളും എന്റെ ഈമാൻ, ഓരോ വാക്കുകളും എന്റെ ജീവിതം ഉണ്ടാവുന്ന ഒരു സംശയമില്ലാതെ അത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അതോ ഞാൻ എന്റെ ഇച്ഛകൾക്ക് കീഴൊതുങ്ങുമെന്ന് വിചാരിച്ച ക്ലാസ് ഒക്കെ കേൾക്കും, എന്നാലും എന്റെ ഇച്ഛകൾ അങ്ങനെ തന്നെ തുടരും അല്ലെ. ഇച്ഛകൾ എന്തെന്നെ ആയിക്കോട്ടെ, ഞാൻ ഇച്ഛകൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ അതിന് ഉദാഹരണം പറഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല, കാരണം ഓരോരുത്തരും ഓരോന്നിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ ഇച്ഛകൾ അങ്ങനെ തുടരും. ഇതൊന്ന് കേട്ടൊക്കെ ഒരു ഹരാണല്ലോ അല്ലെ, എന്താ അള്ളാഹ് പറഞ്ഞതെന്ന് കേൾക്കൽ. ശരിക്കും ഇത് നമുക്ക് വലിയൊരു ടെസ്റ്റാട്ടോ, മറ്റു സമൂഹത്തിന് മറ്റുള്ളവർക്കും കൂടി ഇല്ലാത്തൊരു ടെസ്റ്റാണ് അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു പോയില്ലേ, പേടിയാവുക. അപ്പം നമ്മൾ എങ്ങനെയാണ് അള്ളാഹിന്റെ കലാമിനെ സമീപിക്കുന്നത്? നമ്മളെ ഇച്ഛകൾക്ക് കീഴൊതുങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ ഞാനിത് അള്ളാഹിനെ അനുസരിച്ച് കഴിഞ്ഞാല് അവരെന്ത് പറയും, അവരെന്നെ ഒഴിവാക്കുന്നു പേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ എന്തോ ഒരു മാജിക് ജീവിതത്തിൽ വരാനുണ്ട് അല്ലെ. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹു സഹായിക്കും. അതൊക്കെ ശരി തന്നെ, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഈമാൻ ഇല്ലാണ്ട് എന്ത് പ്രവർത്തന നമുക്ക് അല്ലെ?
അള്ള ഇപ്പൊ പറയാണ് നിങ്ങൾ ഇന്ന കാര്യം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്തെങ്കിലും അത് ഞാൻ ശരിയാക്കുമെന്ന് വിചാരിച്ച് മാജിക് വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, എന്ത് മാജിക് എവിടുന്ന് വരാനാ? വളരെ സീരിയസ് ആണല്ലേ? വളരെ സീരിയസ് ആണ് എനിക്കും നിങ്ങൾക്കും. ശരിയാണ്, ഈമാൻ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. പക്ഷെ എത്രത്തോളം അമാനത്ത് നമ്മൾ അള്ളാഹിനോടും അള്ളാഹിന്റെ കലാമിനോടും കാണിക്കുന്നുണ്ട്. അതുണ്ടെങ്കിലല്ലേ അതിനെ സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ അല്ലെ? അതിന്റെ കലാം കേൾക്കുമ്പം അവരിൽ നിന്ന് ആ ഫസ്റ്റ് ജനറേഷൻ സഹാബാക്കളിൽ നിന്ന് നമ്മൾ എത്രത്തോളം ഡിഫറെന്റ് ആണ് നമ്മളിലേക്ക് അള്ളാഹു ഒരു കൽപ്പന ഇറക്കുമ്പോൾ, അള്ളാഹിന്റെ ഒരു കലാം നമ്മൾ കേൾക്കുമ്പോൾ. അവർ കേട്ട ഉടനെ കരഞ്ഞ് സുജൂദിൽ വീഴാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈമാന്റെ സ്ട്രെങ്ത് അല്ലേ? നമ്മൾ എത്ര കേട്ടാലല്ലേ എപ്പോഴെങ്കിലും നമ്മളെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വരാം. ഒരു ദിവസം എത്രയോ ആയത്തുകൾ ഓതി തീർക്കുന്നവരാ നമ്മള്. ഹിഫ്ദിന്റെ ഭാഗമായിട്ടും തജ്വീദിന്റെ ഭാഗമായിട്ടും തിലാവത്തിന്റെ ഗ്രൂപ്പുകളിലായിട്ടും ഈവൻ ഖുർആൻ തഫ്സീർ പഠനത്തിന്റെ ഭാഗമായിട്ടും എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാണ് നമ്മൾ. അതിൽ എത്ര തുള്ളി കണ്ണുനീര് നമുക്ക് വരാറുണ്ട്? സുബ്ഹാനല്ലാഹ്. അവരെ ഈമാൻ എവിടെയാ, നമ്മളുടെ ഈമാൻ എവിടെയാ? ഈമാൻ വേറെ ആരെങ്കിലും കൊണ്ടു തരുമോ നമുക്ക്? ഓൾറെഡി അള്ള ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അള്ള ഇങ്ങോട്ട് വിട്ട് നമ്മളെ ഹൃദയങ്ങളിൽ. അതിനെ സ്ട്രോങ് ആക്കൽ എപ്പോഴാണെന്നറിയോ? അള്ളാന്റെ ഖുർആൻ കേൾക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആ ഒരു സഹാബാക്കളുടെ ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. അവരെ ഹൃദയങ്ങള് അള്ളാഹ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവരിലേക്ക് ഖുർആൻ ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്നും ഹൃദയം ഇപ്പോഴും അള്ളാഹുലേക്ക് സബ്മിറ്റ് ആയിട്ടില്ല, ഖുർആൻ ഇറങ്ങിയിട്ടും ഖുർആൻ പഠിച്ചു തുടങ്ങിയിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മളെ ഈമാൻ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെന്താ, അവരെ ഈമാൻ എങ്ങനെയാ സ്ട്രോങ് ആയത്? അവർ ഖുർആൻ ഇറങ്ങിയപ്പം അവർ ആ സബ്മിഷൻ, അള്ളാഹുലേക്കുള്ള കീഴൊതുങ്ങൽ വീണ്ടും അവരെ ശക്തിപ്പെടുത്തി. അപ്പൊ അവരെ ഈമാൻ വീണ്ടും സ്ട്രോങ് ആയി. വീണ്ടും പരീക്ഷണം വരുമ്പോൾ അവർ വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ചു. അവരെ ഈമാൻ വീണ്ടും സ്ട്രോങ് ആയി. നമ്മളിലേക്ക് പരീക്ഷണങ്ങൾ വരുമ്പം നമ്മൾ പണ്ടത്തേനേക്കാളും മോശമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക അല്ലെ? നമ്മളാകെ ബേജാറിലാണ്. അങ്ങനെ അവര് സുന്നത്തിലേക്ക് കയറി. അതായത് ഖുർആൻ ഇറങ്ങി, ഖുർആനിൽ അവരുടെ വിശ്വാസം, ഖുർആൻ കൊണ്ട് അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അവര് സുന്നത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഈമാൻ ഏറ്റവും പീക്കിലെത്തി. എത്ര ടോപ്പാവോ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ടോപ്പിൽ അവരെത്തി. അങ്ങനെ അവര് ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സമൂഹത്തിന്റെ അമാന എന്ന് പറയുന്നത് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്തത്രയും ഹൈ ആയിട്ടുള്ള ഈമാന്റെ ആൾക്കാരായി, ഈമാന്റെയും വിശ്വസ്തതയുടെയും ആൾക്കാരായി. അവരുടെ ആ ഒരു ലേണിംഗ് കേർവ്, അതായത് സഹാബാക്കളുടെ ലേണിംഗിന്റെ പഠനത്തിന്റെ ഒരു സ്റ്റൈല് ഈ ഹദീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും വളരെ നോട്ട് വേർത്തി ആയിട്ടുള്ള, അതായത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതും നമ്മൾ അനുകരിക്കേണ്ടതുമായ ഒരു രീതിയാണ്. ഓക്കെ, അതായത് ഈമാൻ അവരുടെ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഈമാൻ കൊണ്ട് അവർ ഖുർആനെ കേട്ടപ്പം ആ ഖുർആൻ അവര് കൂടുതൽ അല്ലെ, ഖുർആനിലെ ഓരോ വാക്കുകളും അവർ അങ്ങേയറ്റം വിശ്വസ്തയോടുകൂടി, അങ്ങേയറ്റം കീഴൊതുങ്ങളോട് കൂടി എടുത്തു. അവരെ ഈമാൻ കൂടുതൽ സ്ട്രോങ് ആയി. എന്നിട്ട് അവര് സുന്നത്തുകളിലേക്ക് ഇറങ്ങി സുന്നത്ത് പഠിച്ചു. ജീവിതത്തിലേക്ക് ഈമാന്റെ പീക്കിൽ അവരെത്തി. നമ്മളിലേക്ക് ഈമാൻ ഇറക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരെ അള്ളാഹു ഈമാൻ ഇറക്കാതെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഒരു മുസ്ലിമിനെയും അള്ളാഹു ഈമാൻ ഇറക്കാണ്ട് ആ ഒരു ഹൃദയത്തിലെ ഫിത്രയുടെ സീലില്ലാണ്ട് അള്ളാഹ് ഇങ്ങോട്ട് വിട്ടിട്ടില്ല. പക്ഷെ നമ്മൾക്ക് അതിനുശേഷം നമ്മൾ എന്തൊക്കെ ദുനിയാവിലുള്ള ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടും ഖുർആൻ പഠിച്ചിട്ടും നമ്മളെ ഈമാൻ മോശമല്ലാണ്ട് സ്ട്രോങ് ആയിട്ടില്ല. കാരണം നമുക്ക് വേറെ പലതിനോടായിരുന്നു അറ്റാച്ച്മെന്റ്. ഒരു ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അൽബാനി സഹിഹാക്കിയ ഒരു ഹദീസിനകത്ത് ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രകാരം പറയുന്നുണ്ട്: വനഹ്നു ഫിത്യാനൻ ഹസാബിറത്തും ഫതഅല്ലംന അൽ-ഈമാന ഖബ്ല അൻ നതഅല്ലമ അൽ-ഖുർആന ثم തഅല്ലംന അൽ-ഖുർആന ഫസ്ദദ്ന ബിഹി ഈമാന. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരു ഫിത്യാൻ, ഒരു ടീനേജ്, അതായത് ഏകദേശം ഒരു പ്രായപൂർത്തി എത്തുന്ന സമയത്തിലുള്ള കുട്ടികൾ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈമാൻ ഖുർആന്റെ മുന്നേ പഠിച്ചു. ഓക്കെ, ഈമാൻ എന്താണ്? കാരണം ഹൃദയത്തിൽ ഈമാൻ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈമാൻ എന്താന്ന് നമുക്ക് അറിയണം അല്ലെ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅലം എന്നാ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കീന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചാലേ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹ് ഡെപ്പോസിറ്റ് ചെയ്ത് ഈമാൻ എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമാണ്
അസ്മാൽ ഹുസ്ന അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഇങ്ങനെയാണ് ഇതിനകത്ത് ഈമാൻ കാണിക്കേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പഠിച്ചു. കാരണം അവരുടെയൊക്കെ ആ ഒരു സമയത്ത് ആദ്യത്തെ റെവലേഷൻസ് ഒക്കെയും മക്കിയായ സൂറത്തുകളൊക്കെയും കൂടുതലും ഈമാനിനെ കുറിച്ച് പറയുന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ഈമാൻ അവരിൽ കൂടുതൽ അവരിലേക്ക് അള്ളാഹു ഡെപ്പോസിറ്റ് ചെയ്ത ഈമാൻ കൂടുതൽ സ്ട്രോങ് ആക്കി അവർ ഈമാൻ പഠിച്ചപ്പം അല്ലെ, അഖീദ പഠിച്ചപ്പം എന്നിട്ട് അവര് ഖുർആൻ പഠിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പഠിച്ച ഖുർആൻ നമ്മളുടെ ഈമാനിനെ കൂടുതൽ സ്ട്രോങ് ആക്കി. ഇവിടെയാണ് നമ്മൾ ശരിക്കും ട്രാപ്പിലാവുന്നത്. ഖുർആൻ പഠിക്കുമ്പം ഈമാനിനെ സ്ട്രോങ് ആക്കി. ശരിക്കും ഖുർആൻ പഠിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളെ ഈമാൻ എത്ര മോശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. കാരണം അതിന് മുമ്പേ വരെ നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഈമാനുള്ള ആൾക്കാർ. പക്ഷെ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവണം നമ്മളെ ഈമാൻ വളരെ മോശമാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏകദേശം ഇതുപോലെ ഒരു കാര്യം അൽ ഹക്കീം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിനകത്ത് ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങള് കുറച്ചു കാലം ജീവിച്ചിരുന്നു. അവിടെ ഞങ്ങളിൽ ആദ്യം ഈമാൻ നൽകപ്പെടുമായിരുന്നു ഖുർആന്റെ മുന്നേ. അതായത് ഈമാൻ നമ്മളെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇട്ട് തരും, എന്നിട്ടാണ് ഖുർആൻ വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കിയ ഓരോ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ഹലാലും ഹറാമും പഠിക്കുമായിരുന്നു. എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കുമായിരുന്നു, അത് ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ അവസാനത്തെ സ്റ്റെപ്പ് ആദ്യം പഠിച്ചു പോയതാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നാട്ടുകാരെ ജഡ്ജ് ചെയ്യാൻ ഇറങ്ങിയതാണ്. നമ്മളെ സ്വന്തം കാര്യമൊക്കെ അവിടെ വെച്ചിട്ട് ഹലാലും ഹറാമും നിയമങ്ങളൊക്കെ നല്ല കണിശമായിട്ട് ഇബാദത്തുകളൊക്കെ നല്ല കണിശമായിട്ട് പഠിച്ചു വെച്ചിട്ട് ഇത് ചെയ്യാത്തത് ആരോ ദുനിയാവിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നോക്കി നടക്കുന്നിട്ട് ഞാൻ തരക്കേടില്ല അല്ലെ, ഞാൻ ആളടിപൊളിയാന്ന് വിചാരിച്ചത് കൊണ്ടാണ്